ഹായ് ഹലോ നമസ്കാരം. അമുദാസ് മൾട്ടിക്കോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കമ്പം, ബാജ്ര എന്നൊക്കെ വിളിക്കുന്ന പേൾ മില്ലറ്റ് വെച്ചിട്ട് നല്ലൊരു ദോശയാണ്, ഒരു ഹെൽത്തി ദോശയാണ്. ഇത് ഡയറ്റ് നോക്കുന്നവർ മാത്രമല്ല, മറ്റസുഖമൊന്നും ഇല്ലാത്ത എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. പിന്നെ ചെറുധാന്യം ഉപയോഗിച്ചാൽ അലർജി ഉണ്ടാകുന്നവരും വേറെ എന്തെങ്കിലും പ്രത്യേക ഡയറ്റ് ഫോളോ ചെയ്യുന്നവരും ഇത് കഴിക്കാതിരിക്കുക. ജീവിതശൈലി ആരോഗ്യകരമായി മാറ്റാൻ ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ ലിറ്റിൽ മില്ലറ്റ്സ് ഉപയോഗിക്കാം. ഇതിലേക്ക് നമ്മൾ ഈ ദോശയ്ക്ക് വേണ്ടത് 1 കപ്പ് ബാജ്ര, അതിൻ്റെ കൂടെ 1/4 കപ്പ് ഉഴുന്ന്, കൂട്ടത്തിൽ 1/4 കപ്പ് പച്ചരി, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവായും കൂടി ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് പൈപ്പ് വെള്ളത്തിൽ 3-4 പ്രാവശ്യം കഴുകിയിട്ട് വേണം കുതിർക്കാനായിട്ട്. നമ്മൾ കമ്പും ഉഴുന്നും പച്ചരിയും ഉലുവായും കൂടി ഇട്ടത് നന്നായിട്ട് വെള്ളം ചേർത്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിപ്പം തലേദിവസം രാത്രിയാണ്, നാളെ രാവിലെ അരച്ചിട്ട് ദോശ ചുടുന്നെടുത്ത് നോക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ സ്മോൾ മില്ലറ്റ്സ്, ലിറ്റിൽ മില്ലറ്റ്സ് ഒക്കെ കുതിർക്കാതെയോ അല്ലെങ്കിൽ വറുത്ത് പൊടിക്കാതെയോ ഉപയോഗിക്കുന്നത്, പച്ചയായിട്ട് ഉപയോഗിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇന്നലെ രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന ആ ബാജ്രയും പച്ചരിയും ഉഴുന്നും ഉലുവായും കൂടിയുള്ള മിശ്രിതം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം വേണ്ട, കുതിർക്കാൻ വെച്ച വെള്ളം വേണ്ട. അത് കളഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി നന്നായിട്ട് കഴുകിയെടുക്കാം. നമ്മൾ അരയ്ക്കാനുള്ള കൂട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അരച്ച് നോക്കിയിട്ട് വീണ്ടും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അരയ്ക്കാനെടുത്ത മിക്സിൻ്റെ കൂടെ നമുക്ക് 1-2 സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു 4-5 ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി, 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്ത് വരാം. 1/2 കപ്പ് വെള്ളം ആദ്യം ചേർത്തിരുന്നു, അത് മതിയാവില്ല. സൈഡിലൊക്കെ ഒട്ടിയിരിക്കുന്ന ഈ സാധനങ്ങളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. വീണ്ടും ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി അരച്ചെടുക്കാം. മില്ലറ്റ് മിക്സിൻ്റെ മാവ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. ഒരല്പം വെള്ളത്തിൻ്റെ കുറവുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ദോശ തവ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ബാജ്ര ദോശമാവ് ഒഴിച്ച് പരത്തി കൊടുക്കാം. ഇതിൻ്റെ മീതെ നെയ്യോ നല്ലെണ്ണയോ അവരവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു വശം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കതിന് മറിച്ചിടാം.
ദോശ വെന്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലെണ്ണ ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാജ്ര ദോശ, കമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്, അഥവാ പേൾ മില്ലറ്റ് ദോശ. ഈ മില്ലറ്റ് ദോശ ഉണ്ടാക്കുമ്പോൾ ബാജ്ര മാത്രമല്ല, ഏത് ലിറ്റിൽ മില്ലറ്റ് ദോശ ഉണ്ടാക്കുന്ന സമയത്തും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു രീതിയുണ്ട്. കുതിർത്ത് അരച്ച് ഉപയോഗിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുക. അരയ്ക്കുന്ന രീതി എന്ന് വെച്ചാൽ 4 മണിക്കൂർ കുതിർത്തിട്ട് അരച്ച് ഒരു 6 മുതൽ 8 വരെ മണിക്കൂർ പുളിപ്പിച്ചിട്ട് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 12 മണിക്കൂർ ഓവർനൈറ്റ് കുതിർത്തിട്ട് രാവിലെ അരച്ചിട്ട് അപ്പം തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. ഇത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ ഞങ്ങളുടെ ബാജ്ര ദോശയുടെ സൈഡ് ഡിഷ് എന്ന് പറയുന്നത് തേങ്ങ അരച്ച് നല്ല തക്കാളി കറിയാണ്. ഈ ദോശയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇതുപോലെ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതേപോലെ നല്ലൊരു വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.